മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്ത ഒരു കലാകാരനും രാഷ്ട്രീയ നേതാവുമായിരുന്നു ഇന്നസെന്റ്. മലയാള സിനിമയിൽ തനതായ ശൈലി കൊണ്ടും ഭാഷാ പ്രാവീണ്യം കൊണ്ടും ശ്രദ്ധ നേടിയ ആൾ. ഹാസ്യനടനായിരുന്നാൽ കൂടി സ്വഭാവ കഥാപാത്രങ്ങളുടെയും അദ്ദേഹം മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരീരഭാഷ കൊണ്ടും സംഭാഷണം കൊണ്ട് രീതി കൊണ്ടും അദ്ദേഹം എന്നും വ്യത്യസ്തനായിരുന്നു. അഭിനയ ജീവിതത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പലരെയും സ്വാധീനിച്ചിട്ടുള്ളതാണ്. 2014 മുതൽ 2019 വരെ ചാലക്കുടിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു ഇന്നസെന്റ്. ആ കാലയളവിൽ പാർലമെന്റിൽ വെച്ചുണ്ടായ ഒരു രസകരവും അല്പം അദ്ദേഹത്തെ ടെൻഷനടിപ്പിച്ചുമായ ഒരു സംഭവത്തെക്കുറിച്ച് ഇന്നസെന്റ് പറയുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നൽകിയ അഭിമുഖമാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തിൽ ശ്രദ്ധേയമാകുന്നത്. ഇരിങ്ങാലക്കുട ക്രിസ്റ്റി കോളേജിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പാർലമെന്റ് സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അവർക്ക് കയറാനായിട്ട് താൻ സൈൻ എല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ പാർലമെന്റ് ചേർന്ന ദിവസം അവരെല്ലാവരും അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു ടെൻഷനായി മാറി. കാരണം പാർലമെന്റിൽ താൻ അന്ന് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു പ്രതീക്ഷയും അവർക്കും ഉണ്ടാകുമില്ലല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് പഠിക്കുന്ന കാര്യത്തിൽ പരീക്ഷയ്ക്ക് പോലും എന്നെ ജയിപ്പിക്കണമെന്ന് ദൈവത്തിനോട് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വേണ്ടേ. അതുപോലെയായിരുന്നു പാർലമെന്റിൽ പോയപ്പോഴുള്ള അവസ്ഥയും. പാർലമെന്റ് സന്ദർശിക്കുന്നതിന് മുമ്പായി കുട്ടികൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് മീറ്റിംഗ് നടത്തുക എന്നൊക്കെ. അതൊക്കെ താൻ അവിടെ പറഞ്ഞു കൊടുത്തു. അതായത് നറുക്കിടും, അത് സംസാരിക്കാനുള്ള ആളുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 8 9 പേര് ആളുകൾ മാത്രമായിരിക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്നത്. പക്ഷേ ഇവർ സന്ദർശിച്ച ദിവസം താൻ സംസാരിക്കാൻ വേണ്ടി പേര് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പാർലമെന്റ് തുടങ്ങി അവിടെ ബജറ്റ് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എംപിമാർ സംസാരിക്കുന്നു. ശശി തരൂർ എംപി അടക്കം എന്തൊക്കെയോ പറയുന്നുണ്ട്. കുട്ടികളുടെ മുമ്പിൽ ഒരു കൊച്ചു ശശി തരൂർ എംപി ആകുമെന്നായിരുന്നു തൻ്റെ ശ്രമം. പക്ഷേ അവിടെ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ കുട്ടികളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്ന തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. അവരാണെങ്കിൽ മുകളിലിരുന്ന് ഞാനിപ്പോൾ കലക്കുമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. സാധാരണ നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ കൈ കാണിച്ച് ചെയ്താൽ സ്വീകരണം നമുക്ക് തുടരാനായിട്ട് പറയും. ആ ദിവസം അത്തരത്തിൽ പല എംപിമാരും സംസാരിക്കുന്നുണ്ട്. സുമിത്ര മഹാരാജനായിരുന്നു സ്പീക്കർ. അവർ എല്ലാവരോടും സംസാരിക്കാൻ ഒക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ താൻ അവരെ ശ്രദ്ധിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നു. അത് കാണുമ്പോൾ കുട്ടികളും പ്രിൻസിപ്പാളും അടക്കമുള്ള ആളുകൾ വിചാരിച്ചു താൻ എന്തോ പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്പീക്കർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാകാം എന്നാണ്. അങ്ങനെ 2, 3 തവണ ഞാൻ അത്തരത്തിൽ സ്പീക്കറെ നോക്കാത്ത സമയം നോക്കി ഒന്ന് എഴുന്നേറ്റ് പിന്നെയും വീണ്ടും ഇരിക്കും. പക്ഷേ അടുത്ത ഊഴത്ത് സ്പീക്കറെ കണ്ണ് വെട്ടിച്ച് എഴുന്നേറ്റെങ്കിലും താൻ എഴുന്നേറ്റ ഉടനെ സുമിത്രാജൻ എന്നെ കണ്ട ശേഷം ഇന്നസെന്റ് സ്പീക്ക് എന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ പതറിപ്പോയി. അവിടെ എന്താണ് സംസാരിക്കുന്നതെന്നോ എന്ത് വേണമെന്നോ അവിടെ പറയേണ്ടതൊന്നും അറിയാതെ സ്തംഭിച്ചു നിന്നു. ഭാഗ്യത്തിന് അപ്പോഴേക്കും പാർലമെന്റ് അവസാനിക്കാൻ ബെല്ലടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഇന്നസെന്റ് പറഞ്ഞു.